ഹലോ ഫ്രണ്ട്സ്, വർണ്ണം പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ താമരകളുടെ കളക്ഷനെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം കേട്ടോ. നല്ല രസമാണ് ഈ താമരകളൊക്കെ കാണാനും അവയോട് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. എന്തൊരു മണമാണെന്നറിയോ ഈ താമരകൾക്ക്. ഇങ്ങനെ ആ തോട്ടത്തിലൂടെ നടക്കുമ്പം വല്ലാത്ത ഒരു ഫ്രഷ് എയറാണ് നമുക്ക്. എൻ്റെ ലോട്ടസ് ഗാർഡനിൽ ആദ്യം വിരിഞ്ഞത് പിങ്ക് ക്ലൗഡാണ്. നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ്. ആർക്ക് എവിടെ നിന്ന് പിങ്ക് ക്ലൗഡിൻ്റെ കിട്ടിയാലും നട്ടു വെച്ചോളൂ. ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. സഹസ്രദളം ഉണ്ട്, ഇതുവരെ സ്റ്റാൻഡിങ് ലീഫ് വന്നതേ ഉള്ളൂ. പിന്നെ ഇത് മീസൂക്കാണ്. ഒരു മുട്ട ഉണ്ടായിട്ടുണ്ട്, പിടിച്ച് കിട്ടുമെന്നൊന്നും അറിയില്ല, മഴയല്ലേ, നല്ല മഴയാണ്. ഇത് ഗോരഫിന. ഇത് നമ്മുടെ സ്വന്തം അഖില ഒരു രക്ഷയില്ല. ഫ്ലവറും അതുപോലെ ബഡും എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ലാത്തതാണ്. ഇത് മിറാക്കിള്. പിന്നെ കഴിഞ്ഞ ദിവസത്തെയൊക്കെ പണി ഇതായിരുന്നു. ശനി ഞായറും ഒക്കെ ഇരുന്ന് നമ്മളുടെ പുതിയ പഴയ പോട്ടൊക്കെ ഒന്ന് എടുത്തു. ഇത് യെല്ലോ പിയോണിയുടെ ട്യൂബറാണ്. കുറേനെ സെയിൽ ചെയ്തു. ബാക്കി വന്നിരിക്കുന്ന ട്യൂബറാണ് കേട്ടോ ഇത്രയും. ഇത് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, അയച്ചു തരാം. പിന്നെ എടുത്തത് നമ്മളുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ ആനക്കൊമ്പ് പോലത്തെ വലിയ ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അതിൽ മുട്ടുള്ളതൊക്കെ കണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ചെണ്ണം സെയിലായി കിടക്കുന്നതാണ്. ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബറാണ്. കുറേ ട്യൂബർ കിട്ടി, കുറച്ചെണ്ണം വിറ്റുപോയി, ബാക്കി ഇരിക്കുന്നതാണിത്. ഇതും ആവശ്യമുള്ളവർ പറഞ്ഞോളൂ, കുറച്ചെണ്ണം സെയിലായി കിടക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. വളരെ കുഞ്ഞു പൂവാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഇതൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് വാങ്ങാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം ഒരുപാട് രസമാണ്. ഇത് നമ്മുടെ സുഭദ്രയും ഒരു രക്ഷയില്ല. ഒരു സെറ്റ് പൂക്കൾ വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അടുത്ത സെറ്റ് പൂക്കൾ വന്നു. നമ്മളുടെ ഡ്രോ ബ്ലഡ് അമേരിക്കൻ മേലിയുടെ ഒരു ടബാണത്. അത് ആകെ ഇതാണ് കേട്ടോ പിങ്ക് ക്ലൗഡിൻ്റെ ഫ്ലവർ. എന്ത് രസമാണെന്നറിയാമോ, ഭയങ്കര രസമാണ്. ഇത് നമ്മുടെ കർണ. എൻ്റെ പൊന്നോ, കർണയുടെ മൊട്ടും അത് ഫ്ലവർ എന്ത് വലുപ്പമാണ്. ഇത് ഐശ്വര്യമാണ്. ഇതിപ്പോൾ ഞാൻ വിരിയിച്ചു കൊടുത്തതാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് ചിലതൊന്നും അങ്ങോട്ട് പുറമൊക്കെ ഇത്തിരി ഇതായിട്ട് മോശമായിട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ അങ്ങ് വിരിയിച്ചു കൊടുത്തു. ഇതൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് പുതിയ ഇനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ നട്ടേക്കുന്നതൊക്കെയാണ് കേട്ടോ. ആമ്പലുണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഇഷ്ടം പോലെ ഫ്ലവർ തരുന്ന ആമ്പലുകളാണ്. ഇതൊക്കെ പുതിയ ഇനങ്ങൾ വാങ്ങി നട്ടതാണ്. എൻ്റെ ഇലയ്ക്ക് എന്തോ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടാഞ്ഞിട്ടാണോ ഈ സൈഡിൽ ഇത്തിരി സൂര്യപ്രകാശത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഇത് യെല്ലോ പിയോണി ചെറിയ ഡബ്ബയിലൊക്കെ ഞാൻ ഒന്ന് നട്ട് നോക്കിയതാണ്, പൂക്കൾ ഉണ്ടാവുമോ എന്നറിയാൻ. വൈറ്റ് പിയോണിയുടേത്. ഇതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്നിടത്ത് വെറുതെ നടുന്നതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാവുമോ എന്നുള്ള പരീക്ഷണമാണ്. പിന്നെ ഇത് ചെറിയ ഡബ്ബയായതുകൊണ്ട് ചെറിയ ഫ്ലവർ ആയിരിക്കും കേട്ടോ. പക്ഷേ അമേരി പിയോണി എന്തോരം ബഡ്ഡാണ് വരുന്നത്. വളരെ വേഗം തന്നെ, ചെറിയ പോട്ടില്ലെന്നൊന്നുമില്ല, ഇഷ്ടം പോലെ ബഡ് വരുന്നതിനാണ്. പിന്നെ ഇത് ബുച്ചയുടെ എനിക്ക് 2 സീഡ് കിട്ടിയതായിരുന്നു. അത് ഞാൻ ഉരച്ചിടുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതേ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്ന് നല്ല ഇലകളൊക്കെ ആയി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് എൻ്റെ കുഞ്ഞു ലോട്ടസ് ഗാർഡന്. താഴെ കുറച്ച് ഇനങ്ങളുടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് വീടിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതാണ്. വലിയ സ്ഥലമൊന്നുമില്ല കേട്ടോ, ഇത്തിരി സ്ഥലമേ ഉള്ളൂ. ഇതാണ് കേട്ടോ കർണയുടെ ഫ്ലവർ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്ലവറൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഫോളോ ചെയ്യുക. ബൈ.